ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ടാണെന്നുള്ളത് നിങ്ങൾ തമ്മിൽ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും. യെസ്, യൂറിനറി ഇൻഫെക്ഷനെ പറ്റിയിട്ടാട്ടോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അത് തടയാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത്, അങ്ങനത്തെ ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രപ്പഴുപ്പ് എന്ന് പറയുന്നത്. സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ ഈ മൂത്രപ്പഴുപ്പ് അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ കാണപ്പെടുന്നത്. കാരണം സ്ത്രീകളുടെ മൂത്രനാളി എന്ന് പറയുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച് നീളം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ യൂറിനറി ബ്ലാഡറും മൂത്രനാളിയും തമ്മിലുള്ള അകലം സ്ത്രീകളിൽ വളരെ കുറവാണ്. ഇത് മാത്രമല്ല, സ്ത്രീകളില് മൂത്രനാളിയും മലദ്വാരവും തമ്മിലുള്ള അകലം വളരെ കുറവായതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ബാക്ടീരിയാസ് മൂത്രനാളി വഴി നമ്മളുടെ യൂറിനറി ബ്ലാഡറിലോട്ട് എത്തുകയും പിന്നീട് അങ്ങോട്ട് അത് ഒരു യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് മാറാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ സ്ത്രീകളില് യൂറിനറി ഇൻഫെക്ഷൻ ഏറ്റവും കൂടാനുള്ള വേറൊരു റീസൺ എന്ന് പറയുന്നത് ഈ മെനോപോസ് കഴിഞ്ഞ സ്ത്രീകളില് ഈസ്ട്രജന്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സെൽസിന്റെ എല്ലാം ശക്തി കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ ഇതൊക്കെയാണ് സ്ത്രീകളില് യൂറിനറി ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ കാണപ്പെടാൻ കാരണം. എന്ന് വെച്ചാൽ സ്ത്രീകളിൽ മാത്രമേ യൂറിനറി ഇൻഫെക്ഷൻ കാണൂ എന്നല്ല പറഞ്ഞത്, പുരുഷന്മാരിലും കാണാറുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഈ യൂറിനറി ഇൻഫെക്ഷൻ അനുഭവിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാ നോക്കാം. ശക്തമായിട്ടുള്ള വിറയലോട് കൂടിയിട്ടുള്ള പനി, ഛർദി, മൂത്രത്തിലുള്ള നിറവ്യത്യാസം, അതായത് ഒരു പിങ്കിഷ് കളറായിട്ട് അല്ലെങ്കിൽ ബ്ലഡ് കലർന്നിട്ടുള്ള മൂത്രത്തിന്റെ ഒരു നിറം, അതുപോലെ മൂത്രം ഒഴിക്കുമ്പോൾ അസഹ്യമായിട്ടുള്ള വേദന, മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം എന്ന് തോന്നും. എന്നാൽ എത്ര അങ്ങോട്ട് പോയാലും നമുക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആവത്തില്ല. എത്ര യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാലും ഇനിയും ഉണ്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണം എന്നുള്ള ഒരു ഫീൽ വരികയും ചെയ്യും. എന്നാൽ അസഹ്യമായിട്ടുള്ള വേദന ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ യൂറിനറി ഇൻഫെക്ഷന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് സ്വയം ചികിത്സ നടത്താതെ ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുക. അവർ പറയുന്ന ട്രീറ്റ്മെന്റ് എടുക്കുക. അവർ തരുന്ന ആന്റിബയോട്ടിക്സ് കഴിച്ച് ഇത് എത്രയും പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത് ഇല്ലാതാക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ ഒക്കെ ഉള്ള ആൾക്കാർക്കും ഈ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് തടയാൻ എന്ത് ചെയ്യാൻ നോക്കാം. ഏതൊരു ഡോക്ടറെ അടുത്ത് പോയാലും ആദ്യം തന്നെ ഡോക്ടർ പറയാ ധാരാളം വെള്ളം കുടിക്കണം എന്നാണ്. യെസ്, നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. വജൈനൽ ഏരിയയും വൾവ ഏരിയയൊക്കെ വളരെ വൃത്തിയായിട്ട് കഴുകി സൂക്ഷിക്കുക. പിന്നെ അവിടെ കുറച്ച് മണമൊക്കെ ഇരുന്നോട്ടെ എന്ന് കരുതി എന്തെങ്കിലും പെർഫ്യൂംസോ അല്ലെങ്കിൽ ഡിയോഡറൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ലോഷൻസ് ഒക്കെ എടുത്ത് അവിടെ തേക്കാതിരിക്കുക. പിന്നെ കോട്ടൺ അണ്ടർവിയേഴ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഈ കോട്ടൺ അല്ലാതെ പോളിസ്റ്റർ മിക്സ് ഒക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മറ്റ് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ അതിനൊക്കെ പറ്റിയിട്ട് വേറൊരു 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണാവുന്നതാണ്. തംബ്നെയിൽസ് ഇവിടെ കൊടുക്കാം കേട്ടോ. ഇനി വാഷ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മുന്നിൽ നിന്ന് പുറകോട്ടേക്ക് വാഷ് ചെയ്യുക, അല്ലാതെ പുറകിൽ നിന്ന് മുന്നോട്ടേക്ക് വാഷ് ചെയ്യരുത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലദ്വാരത്തിന്റെയും അതുപോലെ നമ്മളുടെ മൂത്രനാളിയുടെയും തമ്മിലുള്ള അകലം വളരെ കുറവാണെന്ന്. അപ്പൊ ഓൾറെഡി നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് വാഷ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ ബാക്ടീരിയാസ് ഒക്കെ വീണ്ടും മുകളിലോട്ട് കയറിപ്പോയി പിന്നീട് അത് യൂറിനറി ബ്ലാഡർ വരെ എത്തി യൂറിൻ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മുന്നിൽ നിന്ന് പുറകോട്ടേക്ക് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഓവർ ബോഡി വെയിറ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. സപ്പോസ് നിങ്ങൾ ഒരു പ്രഗ്നന്റ് ലേഡി ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം യൂറിനറി ഇൻഫെക്ഷൻസ് ഉള്ള ആൾക്കാരുടെ പ്രസവം നേരത്തെ ആവും. പ്രസവം നേരത്തെ എന്ത് സംഭവിക്കും, കുട്ടിക്ക് അതിനനുസരിച്ച് വളർച്ച കുറയുകയും ചെയ്യും. സോ അങ്ങനെ പ്രഗ്നന്റ് ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും ശ്രദ്ധിക്കണം, പക്ഷെ പ്രഗ്നന്റ് ലേഡീസ് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഒരാളല്ല, ഉള്ളിൽ വേറൊരാൾ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് പെട്ടെന്ന് തന്നെ വേണ്ട ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ യൂറിനറി ഇൻഫെക്ഷൻസ് തടയാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്. ചിലർക്ക് വല്ലപ്പോഴൊക്കെ യൂറിനറി ഇൻഫെക്ഷൻസ് വരാറുള്ളൂ. എന്നാൽ ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക്, അതായത് 5-6 മാസം കൂടുമ്പോൾ ഇതുപോലെ യൂറിനറി ഇൻഫെക്ഷൻസും കാര്യങ്ങളും വരാറുണ്ട്. അങ്ങനെ വർഷങ്ങളോളം അത് അനുഭവിക്കുന്ന പല ആൾക്കാരെയും എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ തുടർച്ചയായി മരുന്ന് കഴിച്ച് അതായത് ഒരു ഡോക്ടർ പറയുന്ന എത്ര കോഴ്സാണോ അത്രയും കംപ്ലീറ്റ് ചെയ്ത്, അല്ലാതെ ജസ്റ്റ് ഒരു യൂറിനറി ഇൻഫെക്ഷൻ വന്നു അതിനുള്ള മരുന്ന് കഴിച്ചു, അത് നിന്നു, അതോടുകൂടെ മരുന്ന് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഒരു 5-6 മാസം കഴിയുമ്പോഴായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പൊ ആ 5-6 മാസത്തെ ആ ഒരു ശേഷം അങ്ങനെ കഴിച്ച് ഡോക്ടറെ കാണിക്കാതിരിക്കുക. പകരം ഡോക്ടറോട് ഇങ്ങനെ പറയാം എനിക്ക് കണ്ടിന്യൂസ് ആയി വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർമാർ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. നിങ്ങൾ അത് പ്രത്യേകം ചെയ്യുക. അവർ പറയുന്ന അത്രയും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ
മൂന്ന് നല്ലൊരു മാറ്റം ഉണ്ടാവുന്നതായിരിക്കും. ഇനി നിങ്ങൾ അൺഹൈജീനിക് കണ്ടീഷനിലാണെന്ന് വിചാരിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് വജൈനൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അണ്ടർ ഗാർമെന്റ്സ് യൂസ് ചെയ്തിട്ട്, അതായത് റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുക, വാഷ് ചെയ്യാതെ റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുക, നനഞ്ഞ അണ്ടർ ഗാർമെന്റ്സ് യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഹൈജീനും ഈ ഒരു ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഒരു റീസൺ തന്നെയാണ്. അപ്പൊ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.